നമ്മൾ ഒരു ദിവസം എത്ര നേരം ഭക്ഷണം കഴിക്കും? ആരോട് ചോദിച്ചാലും പറയുന്ന ഒരു കാര്യമുണ്ട്, 3 നേരം എന്നാണ്. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. അപ്പോൾ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ അതിനൊപ്പം കഴിക്കുന്നതോ? അതും കഴിക്കും. ഒരു വട അല്ലെങ്കിൽ ഒരു പഴംപൊരി, അതും അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ്, ഇവയൊക്കെയാണ് ചായയുടെ കൂടെയുള്ള കടി. പക്ഷെ അതൊക്കെ ആഹാരമായി കണക്കാക്കാൻ പറ്റുമോ എന്നാണ് അവരുടെ ചോദ്യം. ഇത്തരത്തിൽ 3-ൽ കൂടുതൽ തവണ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ശരിക്കും ഒരു ദിവസം എത്ര തവണ ഭക്ഷണം കഴിക്കണമെന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ പതിവാണ്. അതിൽ പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. എന്നാൽ ഇന്ത്യൻ ഭക്ഷണത്തിന്റെ ഭാഗമല്ല ഈ പ്രഭാത ഭക്ഷണം എന്ന് എത്ര പേർക്ക് അറിയാൻ പറ്റും? 14-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന പതിവുണ്ടായിരുന്നില്ല. ഉച്ചഭക്ഷണമാണ് ആദ്യം കഴിക്കുന്നത്, അതിനുശേഷം അത്താഴം. ഭൂവുടമകളും കർഷകരും കച്ചവടക്കാരും ഒക്കെ ഇങ്ങനെയാണ് കഴിച്ചിരുന്നത്. ശാസ്ത്രം പുരോഗമിച്ചു, നാട് വികസിച്ചു, നമ്മുടെ ജീവിത നിലവാരവും മാറി. പണ്ട് കൃഷി ചെയ്തിരുന്ന കുടുംബങ്ങളിൽ പുതിയ തലമുറ മറ്റു ജോലികൾ കണ്ടെത്തി തുടങ്ങിയപ്പോൾ ഭക്ഷണശീലങ്ങളും മാറി തുടങ്ങി. ശരിയല്ലേ? 19-ാം നൂറ്റാണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവ് ചായ, കാപ്പി, പ്രഭാത ഭക്ഷണം എന്നിവ ഒരു ഔപചാരിക ഭക്ഷണ രീതിയാക്കി അവതരിപ്പിച്ചു. ഇത് പിന്നെ ഇന്ത്യക്കാർ പിന്തുടരാൻ തുടങ്ങി, പ്രത്യേകിച്ചും ഉയർന്ന നിലവാരത്തിലുള്ളവർ. യഥാർത്ഥത്തിൽ ഒരു ദിവസം 2 മുതൽ 2.5 വരെ ഭക്ഷണം മതിയാകും ഒരാൾക്ക്. 3 നേരം വിഭവസമൃദ്ധമായ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പല ഡയറ്റീഷ്യന്മാരും പങ്കുവയ്ക്കുന്നു. പകരം പരിപ്പ് പോലുള്ള ലഘുഭക്ഷണം 1 നേരം കഴിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പിന്റെ സൂചനകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുവെന്നും ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നമ്മുടെ സാധാരണ ഭക്ഷണക്രമം കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പുകളും കൊണ്ട് സമ്പുഷ്ടമാണ്. ഇത് വിശപ്പ് വർദ്ധിപ്പിക്കുന്നുവെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭക്ഷണം നിരവധി വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഇന്ത്യക്കാരുടെ ഭക്ഷണത്തിൽ മസാല, നിറം എന്നിവയ്ക്കെല്ലാം പ്രാധാന്യം നൽകുന്നു. ഇത് തലച്ചോറിന്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനും കാരണമാകുന്നുവെന്നാണ് ചില ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഗർഭിണികളെയും പ്രമേഹമുള്ളവരെയും ഒഴിച്ച് ബാക്കി വരുന്നവർ ഒരു ദിവസം 2 തവണയോ 2.5 തവണയോ മാത്രം ഭക്ഷണം കഴിക്കണം. അതും സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. പരമാവധി വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രദ്ധിക്കണം. ഈ അരിയാഹാരം, അതുപോലെ ഗോതമ്പ്, ഇങ്ങനെയൊക്കെയുള്ളവ പരമാവധി ഒഴിവാക്കണം. അത് 1 നേരമോ മറ്റോ കഴിച്ചുകൊണ്ട് ബാക്കിയുള്ള നേരങ്ങളിൽ പച്ചക്കറികൾ കഴിക്കണം. അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് ആഹാരം കഴിച്ചാൽ പിന്നെ വൈകുന്നേരം 6 മണിക്ക് കഴിക്കണം. ശരിയായ ദഹനത്തിന് ഇത് നല്ലതാണെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഭക്ഷണം എത്ര തവണ കഴിക്കണം എന്നത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് പല വിദഗ്ധരും പറയുന്നത്. ആരോഗ്യം, ഭക്ഷണരീതി എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അത് തിരഞ്ഞെടുക്കേണ്ടത്. ഭക്ഷണക്രമം ക്രമീകരിക്കുന്നതനുസരിച്ച് ശരീരം അതിനോട് പ്രതികരിക്കുന്നു. ഓരോ ശരീരവും വ്യത്യസ്തമാണ്. എന്നാലും കലോറികൾ കഴിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കണം.